കേരളീയരുടെ സാംസ്കാരികവും സാമൂഹികവുമായ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് കടൽ വിഭവങ്ങൾ. ഊണിനൊപ്പം ഒരു കഷണം വറുത്ത മീനോ അല്ലെങ്കിൽ നല്ല എരിവുള്ള മീൻകറിയോ ഇല്ലാത്ത ഒരു ഉച്ചഭക്ഷണം മലയാളിക്ക് സങ്കല്പിക്കാൻ പോലും പ്രയാസമാണ്. എന്നാൽ നമ്മുടെ തീന്മേശകളിലെ ഈ പ്രിയപ്പെട്ട വിഭവം ഇന്നൊരു നിശബ്ദ കൊലയാളിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി അതായത് സ്വിഫ്റ്റ് പുറത്തുവിട്ട പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. വിഴിഞ്ഞത്ത് ഹോട്ടലിൽ നിന്ന് കടൽ ഭക്ഷണം കഴിച്ച 2 പേർ മരണപ്പെട്ട ദൗർഭാഗ്യകരമായ സംഭവം വെറുമൊരു ഒറ്റപ്പെട്ട കേസല്ലെന്നും മറിച്ച് നമ്മുടെ സമുദ്ര ആവാസ വ്യവസ്ഥയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ മാറ്റങ്ങളുടെ സൂചനയാണെന്നും പഠനം മുന്നറിയിപ്പ് നൽകുന്നു. കടലിലെ സൂക്ഷ്മ സസ്യങ്ങൾ മുതൽ മനുഷ്യൻ വരെ എത്തുന്ന ഈ വിഷശൃംഖലയെ ബയോ മാഗ്നിഫിക്കേഷൻ എന്നാണ് ശാസ്ത്രലോകം വിളിക്കുന്നത്. ഈ പ്രതിഭാസം കേരള തീരത്തെ മത്സ്യസമ്പത്തിനെ എങ്ങനെ ബാധിക്കുന്നുവെന്നും സാധാരണക്കാരായ നമ്മൾ എങ്ങനെയൊക്കെ ജാഗ്രത പാലിക്കണമെന്നും നമുക്ക് വിശദമായൊന്ന് പരിശോധിക്കാം. ബയോ മാഗ്നിഫിക്കേഷൻ എന്നത് പ്രകൃതിയിലെ ഒരു നിഗൂഢമായ പ്രക്രിയയാണ്. സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയിൽ താഴെത്തട്ടിലുള്ള ജീവികളിൽ നിന്ന് മുകളിലുള്ള ജീവികളിലേക്ക് എത്തുമ്പോൾ വിഷാംശത്തിൻ്റെ സാന്ദ്രത പല മടങ്ങ് വർദ്ധിക്കുന്നതിനെയാണ് ലളിതമായി ഇങ്ങനെ പറയുന്നത്. സമുദ്രത്തിലെ ചില പ്രത്യേക ഇനം സൂക്ഷ്മ ആൽഗകൾ അതുപോലെ സ്വാഭാവികമായി ചില വിഷാംശങ്ങൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ചെറുമീനുകളും കക്കകളും ഈ ആൽഗകളെ ആഹാരമാക്കുമ്പോൾ ഈ വിഷം അവയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഈ ചെറുമീനുകളെ വലിയ മത്സ്യങ്ങൾ ഭക്ഷിക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും വിഷാംശത്തിൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്നു. ഒരു വലിയ മത്സ്യം തൻ്റെ ജീവിതകാലത്ത് ആയിരക്കണക്കിന് ചെറുമീനുകളെ ഭക്ഷിക്കുന്നതിനാൽ അതിൻ്റെ ശരീരത്തിലെ വിഷത്തിൻ്റെ അളവ് സമുദ്രജലത്തിലുള്ളതിനേക്കാൾ ലക്ഷക്കണക്കിന് ഇരട്ടിയായിരിക്കും. ഇതിനെ ഒരു നിക്ഷേപ പദ്ധതിയുമായി താരതമ്യം ചെയ്യാം. താഴെത്തട്ടിൽ നിക്ഷേപിക്കുന്ന ചെറിയ തുക മുകളിലെത്തുമ്പോൾ വലിയൊരു സംഖ്യയായി മാറുന്നത് പോലെ ചെറുമീനുകളിലെ നിസ്സാരമായ വിഷം മനുഷ്യൻ്റെ പ്ലേറ്റിലെത്തുമ്പോഴേക്കും മാരകമായ അളവിലായിരിക്കും അത് മാറിയിട്ടുണ്ടാവുക. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷാംശം ഇത്രയധികം ചർച്ചയാകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ നാം എത്തി നിൽക്കുന്നത് ആഗോള താപനത്തിലും കടലിലെ താപനില വ്യതിയാനത്തിലുമാണ്. സമുദ്രജലത്തിലെ ചൂട് കൂടുമ്പോൾ ചിലയിനം ആൽഗകൾ അമിതമായി വളരാൻ തുടങ്ങുന്നു. ഇതിനെയാണ് ആൽഗൽ ബ്ലൂം എന്ന് വിളിക്കുന്നത്. കടൽ ചുവന്ന നിറത്തിലോ പച്ച നിറത്തിലോ മാറുന്ന ഈ പ്രതിഭാസം പലപ്പോഴും മനോഹരമായി തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് വലിയ ഭീഷണിയാണ്. പവിഴപ്പുറ്റുകൾ ധാരാളമായി കാണപ്പെടുന്ന മേഖലകളിലും സമുദ്രത്തിലെ നിശ്ചിത ഭാഗങ്ങളിലും ഇത്തരം ആൽഗകൾ പുറത്തുവിടുന്ന സിഗ്വാടോക്സിൻ പോലെയുള്ള വിഷാംശങ്ങൾ മത്സ്യങ്ങളുടെ നാഡീവ്യൂഹത്തെയും പേശികളെയും ബാധിക്കുന്നു. കേരള തീരത്ത് അറബിക്കടലിലെ താപനിലയിൽ അടുത്ത കാലത്തുണ്ടായ വർധനവ് ഇത്തരം വിഷാംശമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളുടെ പെരുപ്പത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് ഗവേഷകർ വിലയിരുത്തുന്നത്. ഇത് കേവലം പ്രാദേശികമായ ഒരു പ്രശ്നമല്ല, മറിച്ച് ആഗോള പരിസ്ഥിതി വ്യതിയാനം നമ്മുടെ ഭക്ഷണശീലങ്ങളെ എങ്ങനെ നേരിട്ട് ബാധിക്കുന്നു എന്നതിൻ്റെ നേർചിത്രമാണ്. സാധാരണയായി ഭക്ഷണത്തിലെ ബാക്ടീരിയകളോ മറ്റു രോഗാണുക്കളോ പാചകം ചെയ്യുന്നതിലൂടെ നശിച്ചു പോകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ബയോ മാഗ്നിഫിക്കേഷനിലൂടെ മത്സ്യങ്ങളിലെത്തുന്ന വിഷാംശം ഈ ധാരണയെ പാടെ തിരുത്തുകയാണ്. മത്സ്യങ്ങളിൽ കാണപ്പെടുന്ന ബയോടോക്സിനുകൾ അതീവ താപനിലയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളവയാണ്. അതായത് മീൻ നല്ലതുപോലെ വറുത്താലോ കറി വെച്ചാലോ അല്ലെങ്കിൽ പ്രഷർ കുക്കറിലിട്ട് വേവിച്ചാലോ ഈ വിഷാംശം നശിക്കില്ല. ഇതിലും ഭയാനകമായ മറ്റൊരു കാര്യം, വിഷാംശം കലർന്ന മത്സ്യം കാണാനോ മണക്കാനോ രുചിക്കാനോ യാതൊരു വ്യത്യാസവും ഉണ്ടാകില്ല എന്നതാണ്. ചീഞ്ഞ മീൻ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, എന്നാൽ വിഷാംശം കലർന്ന ഫ്രഷ് മീൻ തിരിച്ചറിയുക അസാധ്യമാണ്. ഷെൽ ഫിഷുകളായ കക്ക, കല്ലുമ്മക്കായ എന്നിവയിൽ ഈ ഭീഷണി ഇരട്ടിയാണ്. കാരണം ഇവ ജലം അരിച്ചെടുത്ത് ആഹാരം കഴിക്കുന്ന ജീവികളായതിനാൽ അവയുടെ ശരീരത്തിൽ വിഷാംശം അടിഞ്ഞുകൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കടൽ വിഭവങ്ങൾ കഴിച്ച ശേഷമുണ്ടാകുന്ന അസ്വാഭാവികമായ അസ്വസ്ഥതകൾ തിരിച്ചറിയുക എന്നത് ജീവൻ രക്ഷിക്കാൻ അത്യന്താപേക്ഷിതമാണ്. വിഷാംശം ഉള്ളിൽ ചെന്നാൽ ആദ്യമൊക്കെ വായ്ക്ക് ചുറ്റും ഒരു ചെറിയ തരിപ്പ് അനുഭവപ്പെടാം. തുടർന്ന് തലകറക്കം, അമിതമായ ക്ഷീണം, പേശികളിലെ വേദന എന്നിവയുണ്ടാകും. ചില സന്ദർഭങ്ങളിൽ ശ്വസന തടസ്സവും ദഹന പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അലർജി ലക്ഷണങ്ങളായ ശരീരത്തിൽ ചുവന്ന പാടുകൾ വരികയോ ചൊറിച്ചിൽ അനുഭവപ്പെടുകയോ ചെയ്യുന്നതും ഗൗരവമായി കാണണം. വിഴിഞ്ഞം സംഭവത്തിൽ കണ്ടതുപോലെ ഗുരുതരമായ കേസുകളിൽ ഇത് ഹൃദയസ്തംഭനത്തിലേക്കോ അല്ലെങ്കിൽ തളർച്ചയിലേക്കോ നയിച്ചേക്കാം. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുകയും ഡോക്ടറോട് കഴിച്ച ഭക്ഷണത്തെക്കുറിച്ച് വ്യക്തമായി പറയുകയും വേണം. സമയബന്ധിതമായ ചികിത്സ മാത്രമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ രക്ഷയാകുക. ഇനി ഭയപ്പെട്ട് മത്സ്യം കഴിക്കുന്നത് നിർത്തുകയല്ല വേണ്ടത്, മറിച്ച് ശാസ്ത്രീയമായ മുൻകരുതലുകൾ സ്വീകരിക്കുകയാണ് പ്രധാനം. സ്വിഫ്റ്റ് നൽകുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം മത്സ്യത്തിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങളിലാണ് വിഷാംശം കേന്ദ്രീകരിക്കാൻ കൂടുതൽ സാധ്യത. മീൻമുട്ട, കരൾ,
കുടൽമാല തുടങ്ങിയ ആന്തരിക അവയവങ്ങൾ പരമാവധി ഒഴിവാക്കുന്നത് നല്ലതാണ്. വലിയ മത്സ്യങ്ങളുടെ തലയും വാലും ഒഴിവാക്കി ഇടയിലുള്ള മാംസളമായ ഭാഗം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പവിഴപ്പുറ്റുകളുള്ള ഭാഗങ്ങളിൽ നിന്ന് പിടിക്കുന്ന ചില പ്രത്യേക ഇനം വലിയ മീനുകളെ പറ്റി ജാഗ്രത പാലിക്കണം. ആൽഗൽ ബ്ലൂം റിപ്പോർട്ട് ചെയ്യപ്പെട്ട തീരങ്ങളിൽ നിന്ന് പിടിക്കുന്ന ഷെൽഫിഷുകൾ ഉപയോഗിക്കാതിരിക്കുക. വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്ന് മാത്രം മത്സ്യം വാങ്ങുകയും സംശയം തോന്നുന്ന പക്ഷം ആരോഗ്യ വകുപ്പിനെയോ ബന്ധപ്പെട്ട അധികൃതരെയോ വിവരം അറിയിക്കുകയും വേണം. വ്യക്തിപരമായ ജാഗ്രതയ്ക്കൊപ്പം തന്നെ സർക്കാരും ഗവേഷണ സ്ഥാപനങ്ങളും ചേർന്ന് ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. കടൽ മത്സ്യങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ കൃത്യമായ ഇടവേളകളിൽ ലാബ് പരിശോധനകൾ നിർബന്ധമാക്കണം. പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളിൽ പരിശോധനാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് ഗുണകരമാകും. ആൽഗകളുടെ അമിത വളർച്ച നിരീക്ഷിക്കാൻ ഉപഗ്രഹ സംവിധാനങ്ങളും ആധുനിക സെൻസറുകളും ഉപയോഗപ്പെടുത്തണം. ജാഗ്രതാ നിർദ്ദേശങ്ങൾ മത്സ്യത്തൊഴിലാളികളിലേക്കും വ്യാപാരികളിലേക്കും കൃത്യമായി എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഉപഭോക്താക്കൾക്ക് മത്സ്യത്തിന്റെ ഉറവിടം മനസ്സിലാക്കാൻ കഴിയുന്ന ട്രേസബിലിറ്റി സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നത് വഴി സുരക്ഷിതമായ മത്സ്യവിപണനം സാധ്യമാകും. മത്സ്യം പ്രോട്ടീനിന്റെയും മറ്റ് പോഷകങ്ങളുടെയും കലവറയാണ് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ കടൽ വിഭവങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നത് ആരോഗ്യകരമായ ഒരു തീരുമാനമാകില്ല. എന്നാൽ നമ്മുടെ സമുദ്രം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ആ മാറ്റങ്ങൾ ഭക്ഷണത്തെ ബാധിക്കുന്നുണ്ടെന്നുമുള്ള യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളണം. ശാസ്ത്രീയ പഠനങ്ങളെ ഭയത്തോടെയല്ല മറിച്ച് അറിവോടെയും ജാഗ്രതയോടുമാണ് നാം സമീപിക്കേണ്ടത്. വിവേകത്തോടെയുള്ള തെരഞ്ഞെടുപ്പുകളും ശരിയായ ശുചിത്വ രീതികളും പാലിച്ചാൽ നമുക്ക് ഈ ഭീഷണിയെ മറികടക്കാനാവും. ഓരോ വിഭവവും കഴിക്കുമ്പോൾ അത് എവിടെ നിന്ന് വരുന്നു, എത്രത്തോളം സുരക്ഷിതമാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. പ്രകൃതിയെയും സമുദ്രത്തെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിനും നിലനിൽപ്പിനും അനിവാര്യമാണെന്ന ബോധ്യം ഈ പുതിയ പഠന റിപ്പോർട്ടിലെങ്കിലും നമ്മളുണ്ടാക്കുമെന്ന് പ്രത്യാശിക്കാം. സുരക്ഷിതമായ ഭക്ഷണശീലത്തിലൂടെ നമുക്ക് ആരോഗ്യകരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.